കക്കാടംപൊയിലിൻ്റെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടായ നായടംപൊയിൽ എന്ന് പറയുമ്പോൾ കുരിശുമലേൻ്റെയൊക്കെ താഴ്വാരത്ത് ഈ കാണുന്ന ഇൻഫിനിറ്റ് വ്യൂവോട് കൂടിയിട്ടുള്ള റിസോർട്ടിനൊക്കെ അനുയോജ്യമായ ഒരു കിടിലൻ പ്ലോട്ടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. 85 സെൻറ്റാണ് ഈ പ്ലോട്ട് മൊത്തത്തിലുള്ള സ്ഥലം എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള കോഴിക്കോടൻ മലനിരകളുടെ വ്യൂ, നമുക്ക് രാത്രി സമയത്തൊക്കെ അടിപൊളിയായിട്ട് ആ ഭാഗത്ത് ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മനോഹരമായ സൈറ്റ്. ഇതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് നിരപ്പായ സൈറ്റ് ഉണ്ട്, ബാക്കി ചെരിവായിട്ടുള്ള സൈറ്റാണ് വരുന്നത്. ഇതിലേക്ക് റോഡ് ആക്സസ് ഉണ്ട്, വെള്ള സൗകര്യമുണ്ട്, അതുപോലെ തന്നെ കറണ്ട് സൗകര്യമുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്തേക്കൊക്കെ പുതിയ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എങ്കിലും കംപ്ലീറ്റ് പ്രൈവസിയാണ് ഈ ലാൻഡിൽ മൊത്തത്തിൽ നമുക്ക് ഉള്ളത്. പിന്നെ ഈ ലാൻഡിൻ്റെ ഒരു സൈഡിലൂടെ ചെറിയൊരു വാട്ടർ ബോഡി ഒഴുകുന്നുമുണ്ട്. പിന്നെ ഇവിടെ ഒരു ഇൻഫിനിറ്റി പൂളൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തേക്കുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പർട്ടിയിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ചുറ്റി നോക്കുകയാണെങ്കിൽ നമുക്ക് കിണർ വെള്ളം തന്നെ ഇതിൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു ലാൻഡാണിത്. ഇതിനോടടുത്ത് കിണറിൻ്റെ റിങ്ങും കാര്യങ്ങളൊക്കെ മുകളിൽ വാർത്തിട്ടിട്ടുണ്ട്. കിണർ വെള്ളം തന്നെ കിട്ടാൻ സാധ്യതയുള്ള 100% പ്രൈവസിയോട് കൂടിയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഒരു കാര്യം കൂടെ, ഈ സൈറ്റിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ താഴേക്കൊക്കെ വാഹനങ്ങൾക്ക് ആക്സസ് വരുന്ന രീതിയിൽ റോഡ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കോൺക്രീറ്റ് റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് സൈറ്റ് വരെ ഏത് വാഹനങ്ങളും, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹാച്ച് ബാക്ക് അടക്കം ഏത് കാറുകളും സൈറ്റിലേക്ക് എത്തുന്ന ഒരു പ്ലോട്ടാണെന്നുള്ള. സൈറ്റിലേക്ക് മാത്രമല്ല, സൈറ്റിൻ്റെ ഏത് ഭാഗത്തേക്കും നമുക്കിതാ ആക്സസ് തരുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഓണർ എന്ത് ചെയ്തിട്ടുണ്ട്, റോഡും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഈ പ്ലോട്ടിൻ്റെ 2-3 പ്രത്യേകതകൾ പറയാം. ഒന്ന്, നമുക്ക് ഒരേക്കറിൽ താഴെയാണ് ഈ പ്ലോട്ട് വരുന്നത്. ചെറിയ പ്ലോട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. രണ്ടാമത്തെ കാര്യം, നിരപ്പായിട്ട് തട്ടുകളായിട്ട് സ്റ്റേജ് പോലത്തെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ നമുക്ക് ഇതിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഹട്ടൊക്കെ ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഒരുപാട് സ്പേസ് ഉണ്ട്. അതിലേക്കൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് റോഡ് ആക്സസ് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ വ്യൂ തന്നെയാണ് കോഴിക്കോടൻ മലനിരകളുടെ വ്യൂ എന്ന് പറഞ്ഞാൽ കക്കാടംപൊയിൽ ഹൈലി ഡിമാൻഡുള്ള ഒരു ഏരിയയാണ്. ഒന്ന് കോഴിക്കോട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുരിശുമല, രണ്ടിൻ്റെയും വ്യൂ കിട്ടുന്ന, കോട കിഡിലനായിട്ട് മൂടുന്ന, മഴക്കാലത്തൊക്കെ നൂൽമഴ പോലെ മഴ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണെന്ന് പറയാം. പിന്നെ ഈ രീതിയിൽ സ്റ്റേജായിട്ട് പല തട്ടുകളിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പ്ലാറ്റ്ഫോമിലും ഹട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് പ്രൈവസി കൊടുത്തുകൊണ്ട് ഉള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു അട്രാക്ഷൻ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ തെങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിലവിൽ കായ്ച്ചുകൊണ്ടിരിക്കുന്ന തെങ്ങ്, കവുങ്ങ്, മാതോളി നാരങ്ങ, അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇതിലുണ്ട്. നമുക്ക് ഫ്രൂട്ട് ഫാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള, അതുപോലെ തന്നെ കറണ്ട്, വെള്ളം പറയുകയാണെങ്കിൽ കിണർ, നേരത്തെ പറഞ്ഞു, കിണർ വെള്ളം അടക്കമുള്ള സാധ്യതയുള്ള ഈ ഒരു അടിപൊളി പ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് വെറും 90,000 രൂപ മാത്രമാണ്. നമുക്കിതാ ആ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റിസോർട്ടിന് സൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര റേറ്റാണ് ഈ ഭാഗത്തൊക്കെ ചോദിക്കുന്നത്. ഈ ഒരു പ്ലോട്ടിൽ സെൻറ്റിന് വെറും 90,000 രൂപ മാത്രം വെച്ച് ചോദിക്കുന്ന ഈ ഒരു പ്ലോട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഓണറുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക.